ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇറച്ചിക്കറിയുടെ അതേ രുചിയിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ വെറൈറ്റി ആയ കുറേ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കണേ. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതാണ് കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു 2 വിസിൽ 2 അല്ലെങ്കിൽ 3 വിസിൽ എടുത്തിട്ട് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ്. ഇച്ചിരി വലിപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടുതൽ സ്പൂണ് വെച്ചിട്ടൊന്ന് അധികം ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യേണ്ട കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി. സ്പൂണിട്ട് ഇതാക്കിയാൽ തവിയൊക്കെ വെച്ചാൽ പെട്ടെന്ന് ഉടഞ്ഞു പോകും കേട്ടോ നമ്മൾ ഉരുളക്കിഴങ്ങ്. അതുകൊണ്ട് ഇങ്ങനെ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. കുറച്ച് ഫുള്ളിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. തീ ഫുള്ളിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്തെടുക്കാം. ലൈറ്റായിട്ട് ബ്രൗൺ കളർ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കതിലേക്ക് കുറച്ച് പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഗ്രാമ്പും പട്ടയും പിന്നെ 3 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് 3 സവാള ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ വഴറ്റി കൊടുക്കണം കേട്ടോ. നമുക്കിതിലേക്ക് ഞാൻ ഒരു പച്ചമുളകാണ് ചേർക്കുന്നത് കേട്ടോ. അത്യാവശ്യം എരിവുണ്ട്, അപ്പോൾ നല്ല എരിവുള്ളത് തന്നെയാണ് കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. ഞാൻ ചതച്ചെടുത്തതാണ്. അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ സവാളയുടെ കളറൊക്കെ മാറി ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ബ്രൗൺ കളർ ആവണം കേട്ടോ സവാള. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുന്നേ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അധികം പുളിയൊന്നും ഇല്ലാത്ത കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ഉരുളക്കിഴങ്ങില്ലേ, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇച്ചിരി കൂടെ നല്ലപോലെ ഒന്ന് ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കട്ടെ കേട്ടോ. നമ്മൾ തക്കാളി ചേർക്കുന്നതിന് പകരമാണ് തൈര് ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് നമുക്ക് തക്കാളി ചേർക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം പുളിയുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ ഈ സമയം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതാക്കാം കേട്ടോ. പിന്നെ ഗ്രേവി കുറച്ച് എന്താ പറയുക, കുറച്ചും കൂടെ വറ്റണമെങ്കിൽ ഇച്ചിരി കൂടെ സമയം സിമ്മിൽ വെക്കണം കേട്ടോ. കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക്
കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി കറിയാണ് കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ കറിയുടെ അതേ രുചിയാണ് കേട്ടോ. ഇറച്ചീൻ്റെ അതേ രുചിയിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ സെർവിങ് ബൗളിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.